ഫ്രഷ് വാട്ടർ സർഫേസ് ആയിട്ടുള്ള കായലുകള്, കുളങ്ങള്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസ് എന്നിവയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഓർഗാനിസം ആണ് അമീബ. ഇതിലേക്ക് ചാടി കുളിക്കുക അല്ലെങ്കിൽ മുങ്ങി കുളിക്കുന്ന ആൾക്കാരില് അപൂർവമായിട്ട് നാസൽ സെപ്റ്റത്തിലൂടെ ബ്രെയിനിലേക്ക് എത്തുന്ന അമീബ മൾട്ടിപ്ലൈ ആയിട്ടാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് ഏജ് കുറഞ്ഞ ആൾക്കാരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടാറ്. എന്നാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ മുതിർന്ന ആൾക്കാരിലും ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ 95% മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു കണ്ടീഷനാണ്. അതായത് 5% മാത്രമേ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരാണ്ടിരിക്കുന്നത്, അതായത് പ്രതിരോധിക്കുന്നതാണ് വളരെ നല്ല കാര്യം, അല്ലാതെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതല്ല. അമീബ അടങ്ങിയ വാട്ടർ റിസോഴ്സുകളിൽ നമ്മൾ മുങ്ങിക്കുളിക്കോ മറ്റോ ചെയ്താൽ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് 2 ദിവസമോ അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. പ്രൈമറി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തലവേദന, പനി, ഛർദി എന്നിവയൊക്കെയാണ്. ഇതിന് ശേഷം രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ബോധക്ഷയം, അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒഴുക്കില്ലാത്ത ആഴം കുറഞ്ഞ വെള്ളത്തില് നമ്മൾ കുളിക്കാതിരിക്കുക. ഇങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ചാടിയോ മുങ്ങിയോ കുളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മുങ്ങി കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാസൽ ക്ലിപ്പ് ഉപയോഗിക്കുക. കാര്യം എന്ന് വെച്ചാല് ഇത് വായിലൂടെ വെള്ളം കയറിയാല് നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇത്തരം വെള്ളം ഫോഴ്സ്ഫുള്ളി നമ്മുടെ മൂക്കിനുള്ളിൽ കയറുമ്പോഴാണ് ഇത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുകയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതായത് ഫോഴ്സ്ഫുള്ളി കയറണമെങ്കിൽ നമ്മൾ മുങ്ങിയോ അല്ലെങ്കിൽ ചാടിയോ കുളിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തടയണ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളങ്ങള്, സ്വിമ്മിംഗ് പൂൾസ് എന്നിവയിലൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.